ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്കപ്പോൾ ഒരു സാധനം കാണിച്ചു തരാവേ. ഇതുണ്ടോ, ഉണക്കമീനാണ്. നമ്മുടെ ഇവിടെ റോഡിലൊരു കടയുണ്ട്. ആ ഒരു കടയും വീടും കൂടെ ഒക്കെ ഉള്ളൊരു അവിടെ ഞാൻ പോയി. നമുക്കിന്ന് മീനൊന്നും കിട്ടിയില്ല, മഴയായതുകൊണ്ട് മീൻകാരും വരുന്നില്ല. കുറച്ച് ദിവസം കൊണ്ട് ഒത്തിരി ദിവസമായി മീൻ കറി വെച്ചിട്ട്. അപ്പം ഞാൻ പോയൊരു മീൻ മേടിച്ചിട്ട് വന്നു. ഒരു കവറ് മീൻ, ഒരു കവറെന്നൊക്കെ പറച്ചിലേ ഉള്ളൂ. ഒരു മീൻ 2 കഷ്ണമാക്കിയതാണ്. ഇതിൻ്റെ വില എത്രയാണെന്നറിയാവോ? 20 രൂപ. കാണുന്നുണ്ടോ കൂട്ടുകാരെ? എന്താ, 20 രൂപയുടെ മീനാണ്, ഉണക്കമീനാണിത്. എനിക്കിപ്പോൾ ഒരു സങ്കടമുണ്ട്. എന്താണെന്നറിയാവോ? എൻ്റെ നാട്ടിലേക്ക് പച്ചമീനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഉണക്കമീനാണ് ഉപയോഗിക്കുന്നത്. കാരണം അവിടെ പച്ചമീൻ അങ്ങനെ ഫ്രഷ് മീനൊന്നും കിട്ടാറില്ല. അഥവാ മീൻ വന്നാലും 2-3 ദിവസവും ഒരാഴ്ചയായ മീനൊക്കെ ആയിരിക്കും കിട്ടാറ് പണ്ടൊക്കെ. ഇപ്പോഴത്തെ കാര്യം എനിക്ക് അത്ര അറിയില്ല. അപ്പോൾ അവിടുത്തെയൊക്കെ മീനെന്ന് വെച്ചാൽ നമ്മൾ ഉണക്കമീൻ പോയി മേടിക്കാൻ ചന്തയിലൊക്കെ പോയാൽ ഇഷ്ടംമാതിരി മീൻ കിട്ടും. എനിക്കത് വെച്ച് നോക്കിയിട്ട് ഈ 20 രൂപയ്ക്ക് ഒരു മീൻ 2 കഷ്ണമാക്കി മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇപ്പം എന്താ, സഹിച്ചല്ലേ പറ്റത്തുള്ളൂ. ചേട്ടനാണെങ്കിൽ വഴക്കുറയും. എന്തോനാടി നീ ഇത് മേടിച്ച് നമുക്ക് 2 പേർക്കും കൂടെ കഴിക്കാനുണ്ടോയെന്ന് ചോദിക്കും. വേണം 20 രൂപ വെറുതെ വേസ്റ്റ്. ആ പോട്ടെ, ഒന്നും ഇല്ലല്ലോ, മീൻ വേറെ കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഈ മീൻ ഇന്ന് വറുത്താലും ശകലമേ ഉള്ളൂ. ഒരു തേങ്ങ അരച്ചിട്ട് കറി വെക്കാം. അപ്പം കറിയൊക്കെ വെച്ചിട്ട് കാണാം. അപ്പം നമുക്ക് ആ ഉണക്കമീൻ കറി വെക്കാം. ഗ്യാസ് കത്തിക്കട്ടെ. ഗ്യാസ് കത്തിച്ച് നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചു. ചെറിയ ചട്ടിയാണ്. ചട്ടിയൊക്കെ ചെറുതായി ചട്ടിയൊക്കെ എല്ലാം പൊട്ടിപ്പോയി. ഇത്തിരി ചട്ടി ഉണ്ടായിരുന്നു, പൊട്ടിപ്പോയി. അപ്പം ഈ ഉണക്കമീൻ ഇത് കണ്ടോ, ഞാൻ ആ ഉണക്കമീൻ നല്ലോണം തേച്ച് കഴുകി ചെതമ്പലൊക്കെ കളഞ്ഞ് തേച്ച് കഴുകി എടുത്തതാണ്. ഇത്ര കഷ്ണം ഉണ്ടോ നോക്കിക്കേ. അത് ഞാൻ ഒന്നുകൂടെ മുറിച്ച് ചെറിയ 2 കഷ്ണങ്ങളും കൂടെ ആക്കി വെച്ചേക്കുവാണ്. നമുക്കിത് കറി വെക്കാം, തേങ്ങ അരച്ച് കറി. അപ്പം അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മീനുണ്ടോ കൂട്ടുകാരെ? എന്തോ ഉണ്ട് മീന്. നമുക്ക് എന്തെങ്കിലും കറി വെച്ചാൽ മതി. ചേട്ടനാണെങ്കിലേ എന്തെങ്കിലും ഇച്ചിരി ഒഴിച്ച കറിയൊക്കെ വേണം, ഇച്ചിരി പെരണ്ടിരിക്കുന്ന കറി, അതൊക്കെ ഇഷ്ടം. ഞാൻ വിചാരിച്ചത് വറുത്താലും ഇല്ല, അതാകുമ്പോൾ നമുക്ക് ചോറിനകത്ത് ഒഴിച്ച് പെരട്ടിയൊക്കെ കഴിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഞാനിത് ഈ കറി വെക്കുന്നത്. അപ്പോൾ ഞാൻ അതിനകത്തൊരു എൻ്റെ വീട്ടിലൊക്കെ വെക്കുന്ന കറിയാണ് കേട്ടോ. ഇവിടെ ഒന്നും ആരും വെക്കത്തില്ല കേട്ടോ, അടവിടുവാണ്. വെക്കട്ടെ. ഒരു ഉണക്കമീൻ വറുത്തൊക്കെ ഉള്ള ശീലമല്ലേ ഉള്ളൂ നമ്മുടെ ഇവിടെ കായംകുളംകാരെ. നമ്മുടെ കടുകൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനപ്പോഴേ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കൂട്ടുകാരെ 2-3-4 കൊച്ചുള്ളി അരിഞ്ഞ് വെച്ച് 3 പച്ചമുളക് കീറിയത് കാണാമോ? 3 പച്ചമുളക്. ഇതെന്തോന്നറിയാമോ? ഇതാണ് നമ്മുടെ കൊഞ്ചും പുളി, ഇരുമ്പം പുളി എന്നൊക്കെ പറയും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചിലമ്പിപ്പുളി എന്ന് പറയും, പല പേരൊക്കെ പറയും. ഇത് ഉണങ്ങി വെച്ചതാണ്. ഞാൻ ഒരുപാട് നാളെ ഉപ്പൊക്കെ ഉണങ്ങി നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അത് അതിലേക്ക് ചേർക്കാതെ കട കൂട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചേർത്ത് കൊടുക്കാം. പുളി കൂടെ ചേർക്കാതെ
നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. വരട്ടെ. കാണാൻ പറ്റുന്നില്ല, ഇവിടെ വെച്ചിരിക്കുവാണെങ്കിൽ മാറ്റി വെച്ചിരിക്കുക വീഡിയോ എടുക്കാനായിട്ട്. കാണാൻ പറ്റുമോ? കൊഞ്ചും പുളി, പച്ചമുളക്, കൊച്ചുള്ളി എല്ലാം ഒന്ന് വഴറ്റി നമുക്കതിലേക്കൊരു കുറച്ച് ശകല ഉപ്പ്, കാരണം കൊഞ്ചും പുളിക്ക് ഉപ്പുള്ളതാണ്, അതുകൊണ്ടൊരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നമുക്കതൊന്നുകൂടെ ഇളക്കി കൊടുക്കാം. നമുക്കതിലേക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടു ഇളക്കി കൊടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. കാണാവേ, കണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയൊക്കെ ഇച്ചിരി ഇട്ടുള്ളൂ, കാരണം നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്തിട്ട് അരച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഉണ്ട്, അതിട്ട് കൊടുക്കാം. നമ്മുടെ മീൻകറി ഒരുപാട് മീൻകറി ആയില്ലേ? കുറച്ച് മീനേ ഉള്ളായിരുന്നു. ഒരു മീൻ രണ്ടായിട്ട് കഷ്ണിച്ച മീനാണ്, ഉണ്ടല്ലോ. അപ്പം നമുക്കതിലേക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ജാറ് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചു കൊടുക്കാം. ചട്ടി നിറച്ച് കറിയായി. എന്താ കൂട്ടുകാരെ, നമ്മുടെ ചട്ടി നിറച്ച് കറിയായി. നമ്മുടെ വീഡിയോ നിന്ന് പോയായിരുന്നു കൂട്ടുകാരെ, വീണ്ടും ഞാനത് ഓണാക്കിയതാണ്. ഇത് തിളച്ച് വരണം. തീ ഇച്ചിരി കൂട്ടിയൊക്കെ തിളയ്ക്കട്ടെ. നിങ്ങളിങ്ങനെയൊക്കെ ചെയ്ത് നോക്കണേ, ഉണക്കമീനൊക്കെ വാങ്ങിക്കുന്നവർ. അതൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതിപ്പം വറക്കാനാണെങ്കിൽ ഒരു ശകലമല്ലേ ഉള്ളൂ, നമുക്ക് ചോറിനകത്തൊക്കെ ഒഴിച്ച് പെരട്ടി അങ്ങോട്ട് ഉരുട്ടി കഴിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മീൻ ഇങ്ങനെ ചെയ്തത്. ചേട്ടന് ഞാൻ നേരത്തെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ആ മീനിട്ട് കൊടുക്കാം. ആ മീനിട്ട് കൊടുക്കാവേ. ഒരു കഷ്ണം, 2 കഷ്ണം, 3 കഷ്ണം. ഇതിൻ്റെ തലയുടെ ഭാഗം അത് കളഞ്ഞിട്ടില്ല. 4 കഷ്ണം മീൻ. നല്ല ടേസ്റ്റുണ്ട്. നമുക്കൊരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കും ഒന്നുകൂടെ. പെയ്യെ മീൻ ഉടഞ്ഞു പോകലല്ലോ. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. നമ്മുടെ കറിയൊന്ന് വേവട്ടെ.
കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട്. നല്ലോണം തിളച്ച് ഇച്ചിരി പറ്റണം. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറാണ് കറി. നിങ്ങളാരും ഇത് ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ. നന്നായിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റൊക്കെ വിടണേ. എൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു പോകത്തേ ഉള്ളൂ. കമൻറ്റ് കുറവാണ്, ഷെയർ കുറവാണ്. ആരും സബ്സ്ക്രൈബും ചെയ്തിട്ടില്ല, കണ്ടു പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് സങ്കടമുണ്ട് കേട്ടോ. കാണുന്ന എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ കഷ്ണം മീൻ കാണാനുണ്ടോ എന്ന് നോക്കാം. ഹായ് ഉണ്ട് കൂട്ടുകാരെ. കണ്ടാ നമ്മുടെ മീൻ്റെ കഷ്ണം. അടിപൊളി. ഇന്നത്തെ ഊണ് കുശാലായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണക്കമീൻ. പച്ചമീനെക്കാട്ടിലും ഇഷ്ടമുള്ള സാധനം ഉണക്കമീനാണ്. പക്ഷെ ഇവിടെ ചേട്ടൻ മേടിക്കാറില്ല, ഇഷ്ടമല്ല ചേട്ടനത്ര. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ആകുമ്പോഴേ ഉണക്കമീൻ ചുട്ടൊക്കെ ചോറ് കഴിക്കുമായിരുന്നു പണ്ടൊക്കെ. ഇപ്പോഴല്ല കേട്ടോ, പണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മുടെ മീൻകറി കറക്റ്റായിട്ട് ആയി വരുന്നുണ്ട്. നമ്മുടെ കറി ഒരു കഷ്ണം കിട്ടുന്നത് കറി. ഇതിനകത്ത് കഷ്ണം ഒന്നുമില്ല കൂട്ടുകാർ. ഇളക്കി മറിച്ചാൽ പൊടിഞ്ഞു പോകും. പെയ്യ വേണം, അതുകൊണ്ട് ചെയ്യാൻ. കണ്ട നമ്മുടെ തീ ഓഫ് ചെയ്യുവാണേ. നമ്മുടെ മീൻ കറി റെഡി. ഉണക്ക മീൻ കറി റെഡി ആയിരിക്കുന്നത്. കണ്ടോ കൂട്ടുകാരെ, നല്ല ടേസ്റ്റൊക്കെയുള്ള മീനാണ്. ഹായ്. ഇന്നത്തെ ഊണ് കുശാലാണ്. കണ്ടോ കൂട്ടുകാരെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും വീഡിയോ ഷെയർ, ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ. അപ്പം ബായ് കൂട്ടുകാരെ. അടുത്ത